ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡീപ്പ് നെക്ക് ഷോൾഡർ ഫോർമുല ഫോർ ബ്ലൗസാണ്. അതായത് നമ്മൾ ബ്ലൗസിൻ്റെ ഡീപ്പ് നെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ഷോൾഡറിൽ വരുന്ന ആ അളവിൻ്റെ ചേഞ്ച് ഉണ്ടല്ലോ, അത് ബ്ലൗസിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഷോൾഡറിൻ്റെ ചേഞ്ച് കണ്ടുപിടിക്കുക, എത്രയാണ് നമ്മളതിൽ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഇക്വേഷൻ അല്ലാണ്ട് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഈ ഒരു ഇക്വേഷൻ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങൾ ഈ പറയുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു ഷോൾഡർ എത്രയാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ സൈഡിൽ ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് ബ്ലൗസ് നമ്മൾ മെറ്റീരിയലിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഫിഗറാണ്. അപ്പോൾ അതിൽ ഷോൾഡറും നെക്കും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഷോൾഡറും നെക്കും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നെക്കിൻ്റെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് ഷോൾഡറിൻ്റെ അളവിൽ ചെറിയൊരു ചേഞ്ച് വരും, അതായത് ചെറുതായിട്ടൊന്ന് കുറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറയ്ക്കാണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്ലൗസിൻ്റെ ആ ഒരു നെക്കിൻ്റെ പോർഷനും ഷോൾഡറൊന്നും കറക്റ്റ് ആവത്തില്ല. ഷോൾഡർ ഇടിഞ്ഞ് പോരാനുള്ള ചാൻസ്, നെക്ക് മലന്നു പോകാനൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഇക്വേഷൻ പറഞ്ഞു തരാം. ഇക്വേഷന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫുൾ ഷോൾഡറാണ്. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു എൻഡ് മുതൽ മറ്റ് കൈയുടെ ഭാഗത്തെ മറ്റ് എൻഡ് വരെയുള്ള ആ ഒരു ഫുള്ളായിട്ടുള്ള അളവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഷോൾഡർ ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക എത്രയാണ് നിങ്ങളുടെ ഫുൾ ഷോൾഡർ. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത് ഹാഫാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള പോർഷനാണ് പറയുന്നത്. ഈ ഒരു ഫിഗറിലുള്ളത് ഹാഫ് ഷോൾഡറാണ്, കാരണം അതിൽ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ വെട്ടിക്കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഫുള്ള് നമുക്ക് കിട്ടുന്നത്. അത് ക്ലിയർ അല്ലേ? ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ലാഗായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സ്പീഡിലിട്ട് കണ്ടോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളെ. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഷോൾഡർ ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു നെക്ക് ഡെപ്ത്ത്. നെക്ക് ഡെപ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് നെക്കിനെ ഇറക്കം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ഈ താഴെ വരെയുള്ള ഈ ഒരു ഇറക്കത്തെയാണ് നമ്മൾ നെക്കിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളത് വിഡ്ത്താണ്. നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്. ബിഗിനേഴ്സിനോടാണ് പറയുന്നത്. ഇത് ഡെപ്ത്താണ് കേട്ടോ, നെക്കിൻ്റെ ഡെപ്ത്താണ്. ഷോൾഡറിൻ്റെ പോർഷനിൽ നമ്മൾ വരയ്ക്കുന്നതാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇക്വേഷൻ ഷോൾഡർ ബൈ 2 ഈസ് ഈക്വൽ ടു നെക്ക് ഡെപ്ത്ത് മൈനസ് 1 ഇഞ്ച്. 1 ഇഞ്ച് ഇൻറ്റു ഒരു 1/4 ഇഞ്ചും കൂടെ കൊടുക്കണം, ഇൻറ്റു 0.25. ഇതാണ് ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷനിലേക്ക് നമ്മളുടെ കയ്യിലുള്ള വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എത്രയാണ് ഷോൾഡർ എടുക്കേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഷോൾഡർ എന്ന് കൊടുത്തിട്ടുള്ളത് ഫുൾ ഷോൾഡർ ആണ് കേട്ടോ. അപ്പോൾ അത് 16 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 16/2 ഈസ് ഈക്വൽ ടു നെക്കിൻ്റെ ഡെപ്ത്ത്. അപ്പോൾ ഡെപ്ത്ത് നിങ്ങൾ എത്രയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ബ്ലൗസിന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എത്രയാണ് ഇറക്കം എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ അളവാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഞാനപ്പോൾ ഇവിടെ ഒരു 9 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് അതനുസരിച്ചിട്ട് ഇക്വേഷനിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെക്ക് ഡെപ്ത്ത് 9 ആണ്, മൈനസ് 1 ഇഞ്ചാണ് ഇക്വേഷനിലുള്ളത്. അതുപോലെ തന്നെ കൊടുത്തു, ഇൻറ്റു 0.25. അപ്പോൾ 1/4 ഇഞ്ച് വെച്ചിട്ട് നമുക്കത് ഇൻറ്റു ചെയ്യുകയും വേണം. അപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. 16/2 എന്ന് പറയുന്നത് 8 ആണ്. 9 - 1 ഈസ് ഈക്വൽ ടു 8 ആണ്. നമ്മൾ ആദ്യം മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. 9 - 1 ഇഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് കിട്ടുന്നത്. ഇൻറ്റു 0.25 അതേപോലെ തന്നെ കൊടുക്കുക. 9 - 1 അപ്പോൾ കറക്റ്റ് അല്ലേ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കതൊന്ന് സോൾവ് ചെയ്യാം. 8 ഇൻറ്റു 0.25 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, 2 ഇഞ്ചാണ്. അത് കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ പ്ലസ് ആയിരുന്നത് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും മൈനസ് ആകും. അപ്പോൾ 8 - 2 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഈ ഒരു 6 ആണ് നമ്മളുടെ ഷോൾഡർ എത്രയാണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ഹാഫ് ഷോൾഡറാണ്. നമ്മൾ ഫിഗറിൽ എത്രയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ആ ഇക്വേഷനിൽ കിട്ടുന്നത്. അല്ലാണ്ട് നമുക്ക് ഫുള്ളായിട്ടുള്ള അളവല്ല. ഇനി അതിൻ്റെ പകുതിയൊന്നും എടുത്ത് 3 മാർക്ക് ചെയ്യരുത്. അങ്ങനെയല്ല, നമുക്ക് ഫിഗറിൽ വരയ്ക്കേണ്ടത് എത്രയാണോ ആ അളവാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഹാഫ് ഷോൾഡർ 6 കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായിട്ടുള്ള ഷോൾഡർ എത്രയാണ് വരുന്നത്, 6 + 6 അല്ലെങ്കിൽ 6 × 2 എന്ന് പറയാം അല്ലേ. അപ്പോൾ അത് എത്രയാണ്, 12 ആണ് വരുന്നത്. നമുക്ക് ആക്ച്വൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്, 16 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇക്വേഷൻ ചെയ്തപ്പോൾ നമുക്ക് 12 കിട്ടി അല്ലേ. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ ഈ ഒരു ഫിഗറിൽ കൊടുത്തേക്കുന്നത് പോലെ നമ്മൾ മെറ്റീരിയലിൽ മാർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നെക്കിൻ്റെ ഡെപ്ത്ത് കൂടിയതനുസരിച്ചിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ആക്ച്വലായിട്ടുള്ള ആ ഒരു അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ഒരുപാട് ഇക്വേഷൻസ് തയ്യലിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ബിഗിനേഴ്സൊക്കെ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും.
എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. സായ ഡിസൈൻസ് എന്ന് തന്നെയാണ് ID വരുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.